ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ഹൗസിൽ ശൈത്യ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ആരും ചെയ്തത് ശരിയായോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പകലൊരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് ആര്യൻ ശൈത്യ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ബിന്നി പറഞ്ഞപ്പോൾ വളരെ ഡീസൻ്റായിട്ട് വളരെ ഇമോഷണലായിട്ട് അതിനോട് പ്രതികരിച്ച് അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റോട് കൂടി ഇരുന്ന ആര്യന് ശൈത്യ ലൈഫ് സ്റ്റോറി പറയാൻ തുടങ്ങിയപ്പോഴാണ് ആര്യന് പെയിൻ എടുത്തിട്ട് ഗോഷ്ടി കാണിക്കുന്നു, ചിരിക്കുന്നു. പെയിൻ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ആര്യൻ പറയുന്നത്. അപ്പോൾ അത്രയും നേരം അടങ്ങിയിരുന്ന ആര്യന് പെട്ടെന്ന് വേണ്ടി, അതും മുൻപിൽ തന്നെ ജിസലിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട്, സത്യം പറഞ്ഞാൽ കൂടെ ഇപ്പോൾ റെന ഫാത്തിമ ചിരിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരെയൊന്നും ഞാൻ കുറ്റം പറയില്ല. ആര്യനാണ് ശരിക്കും അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. ആര്യൻ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് അവിടെ പെരുമാറിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആര്യന് വയ്യ എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറിപ്പോയിരിക്കുക എന്നല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഗോഷ്ടി കാണിക്കുക. സത്യം പറഞ്ഞാൽ ഇന്ന് അക്ബർ, ഷാനവാസ്, അവരൊക്കെ, അഭിലാഷൊക്കെ ഇത് കഴിഞ്ഞ് ഉടനെ റിയാക്ട് ചെയ്ത് അവർ റിയാക്ട് ചെയ്തു. അവർ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിലും റിയാക്ട് ചെയ്തു എന്ന് പറയാം. പക്ഷേ അവർ ആ ടാസ്ക് ശൈത്യ പറഞ്ഞ് തീരുന്നത് വരെ വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് റിയാക്ട് ചെയ്തത്. അഭിലാഷാണ് ആദ്യം എനിക്ക് ആര്യന് നേരെ ചെന്നത്. പക്ഷേ ആര്യൻ ആ സമയത്ത് അഭിലാഷിനോട് ചെയ്തത് എന്താണ്? കാലിൽ കിടന്ന് ചെരുപ്പെടുത്ത് ഒറ്റയേറി. ആ ചെരുപ്പ് അഭിലാഷിൻ്റെ ദേഹത്ത് കൊണ്ടില്ലെങ്കിൽ പോലും ആര്യൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. പിന്നീട് ആര്യൻ അഭിലാഷിനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും, അത് എനിക്ക് തോന്നുന്ന ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ കാര്യം ആര്യനോട് ചോദിക്കുക തന്നെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമയൊക്കെ ആയിട്ട് ഒന്നിയൻ സാബു അവരൊക്കെ ഭയങ്കര വാഗ്വാദങ്ങൾ നടന്നു. പക്ഷേ ആ കുട്ടിയോടല്ല ശരിക്കും ആര്യനാണ് തെറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആര്യൻ ചെയ്യുന്ന കാണുമ്പം സരിക അവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ആര്യൻ മനഃപൂർവ്വമാണ് ചെയ്തത്. ആര്യൻ വാദിക്കുന്നുണ്ട് പെയിൻ വന്നപ്പോൾ എന്താ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടായതാണ്, ബിന്നിനോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ബെഡ്റൂമിൽ ആര്യൻ ബെഡിൽ കമന്ന് കിടക്കുമ്പോൾ അപ്പാനി അടുത്ത് നിന്ന് അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പിസോഡിൽ കണ്ടില്ലേ? ഞാൻ ലൈവിൽ കണ്ടില്ല, ഞാൻ എപ്പിസോഡിലാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ആ സമയത്ത് ആര്യൻ ഇങ്ങനെ കമന്ന് കിടന്ന് വീണ്ടും ചിരിക്കുമ്പം അപ്പാനി പറഞ്ഞു, ഞാൻ ചിരിക്കാതെ ചിരി പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അന്നേരം അവിടേക്ക് ആരോ വന്നപ്പോഴത്തേക്കും ചിരിക്കല് വരുന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ അത് കണ്ടാൽ തന്നെ അറിയാം ആര്യൻ മനഃപൂർവ്വമാണ് ചിരിച്ചതെന്ന് അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആര്യൻ അത് അപ്പാനിയോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആര്യന് പുള്ളിക്കാരൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം എല്ലാവരോടും പുച്ഛമാണ്. പുള്ളീൻ്റെ കുറച്ച് ഗ്യാങ്, പുള്ളീൻ്റെ കുറച്ച് ഗ്രൂപ്പിലൊഴിച്ച് അല്ലാതെ ബാക്കി എല്ലാവരോടും ഒരു പുച്ഛമാണ്. അങ്ങനെയൊക്കെ ആര്യൻ ഇതിന് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും കൊമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹൗസ് മേറ്റ്സ് തന്നെ കയറ്റി വെച്ചു. പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആര്യൻ ഇന്ന് ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.